ഇന്ന് ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. ഇന്ന് ആരോഗ്യപരമായ കുറച്ച് വർത്തമാനങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആരോഗ്യം സർവ്വധനാൽ പ്രധാനം എന്നത് തന്നെയാണ് ഈ കാലഘട്ടത്തിന്റെ ആപ്തവാക്യം. 40 വയസ്സ് കഴിഞ്ഞവരാണോ നിങ്ങൾ? അതിന് മുമ്പുള്ളവരെ നമുക്ക് വെറുതെ വിടാം. 40 വയസ്സിന് ശേഷം ഒരു മരുന്നും കഴിക്കാതെ, കണ്ണടയൊന്നും ഉപയോഗിക്കാതെ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ടോ? എത്ര പേര് അങ്ങനെ ഇരിക്കുന്നുണ്ട്? എങ്കിൽ നിങ്ങൾ പരമഭാഗ്യവാന്മാരാണ്. ഇനി 50 വയസ്സിന് ശേഷവും യാതൊരുവിധ മരുന്നുകളും ഇല്ലാതെ, കണ്ണടയില്ലാതെ, കൊളസ്ട്രോൾ ഇല്ലാതെ, പ്രഷർ ഇല്ലാതെ, ഷുഗർ ഇല്ലാതെ, ടെൻഷൻ ഇല്ലാതെ നിങ്ങൾ ജീവിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമായി. ഇനി 60-നും 70-നും ഇടയ്ക്ക് മരുന്നില്ലാതെ, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ ജീവിക്കുന്നവരുണ്ടോ? എങ്കിൽ ലോകം കീഴടക്കിയവരാണ് നിങ്ങൾ. സധൈര്യം പറയാം, ലോകം കീഴടക്കിയവരാണ് നിങ്ങൾ. ഇനി എന്റെ പേഴ്സണലായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാകുന്നു. സഡൻ വെയിറ്റ് ഗെയിൻ ആയിരുന്നു. അതിനു മുമ്പ് പ്രസവത്തെ തുടർന്ന് ന്യൂറോ സംബന്ധമായ ചില അസുഖങ്ങൾക്ക് മരുന്ന് കഴിച്ചതിനെ തുടർന്നുണ്ടായ വെയിറ്റ് ഗെയിൻ ആണത്. പക്ഷെ ഞാൻ ഡോക്ടറെ കാണാൻ പോകുന്നു. ഫിസിഷ്യൻ പറയുന്നു നിങ്ങളുടെ തൈറോയ്ഡ് ചെക്ക് ചെയ്യാൻ. അങ്ങനെ TSH ടെസ്റ്റ് ചെയ്യുന്നു. 3.8 സംതിങ് എത്രയായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. അങ്ങനെ ആ ഫിസിഷ്യനെ വീണ്ടും കൊണ്ട് കാണിക്കുന്നു. ഒരു മടിയും കൂടാതെ അദ്ദേഹം 50 mg മരുന്ന് എനിക്ക് എഴുതിരുന്നു. ഞാൻ ആ മരുന്ന് നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിനെ കാണിക്കേണ്ടത് എൻഡോക്രൈനോളജിസ്റ്റിനല്ലേ. ഈ 3 മാസം മരുന്ന് കഴിച്ചിട്ടും ഞാൻ കരുതി വെയിറ്റ് ഗെയിൻ ഉണ്ടായത് പെട്ടെന്ന് അങ്ങനെ കുറഞ്ഞു വരും എന്നൊക്കെ. പക്ഷെ അതിലൊന്നും എനിക്ക് എന്റെ ഒരു അവസ്ഥയിൽ ഒരു മാറ്റവും വ്യത്യാസവും തോന്നിയില്ല. ഞാൻ ഉടനെ തന്നെ ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ, ഈ തൈറോയ്ഡ് സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് കാണിക്കാൻ പോകുന്നു. അത് എന്നോട് ചോദിച്ചു എന്തിനാണ് ഇപ്പോൾ 50 mg മരുന്ന് കഴിച്ചത്, TSH എത്രയായിരുന്നു, ആരാണ് സജസ്റ്റ് ചെയ്തതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് 3.8 ഉള്ളപ്പോൾ ഒരു ഫിസിഷ്യൻ തന്ന മരുന്നാണ് ഞാനിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കേട്ട പാതി അദ്ദേഹം മുഖത്ത് വരൽ വെച്ചു. ഈ 3.8 ഒക്കെ തൈറോയ്ഡിൽ വേരിയേഷൻ ഉള്ളപ്പോൾ ആരാണ് നിങ്ങളോട് മരുന്ന് കഴിക്കാൻ പറഞ്ഞത്? ഒരു ചിട്ടയായ വർക്കൗട്ടും ഫുഡ് കൺട്രോളും ധാരാളം വെള്ളം കുടിക്കുകയൊക്കെ ചെയ്ത് ആ രീതിയിലൊക്കെ ഒരു പ്രാക്ടീസിലൂടെ ഇത് മാറ്റിയെടുക്കാവുന്ന രോഗമായിരുന്നു. നിങ്ങൾ എന്തിനാണ് ഇപ്പൊ മരുന്ന് കഴിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡോക്ടർ വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് മരുന്ന് ഇവിടെ വെച്ച് നിർത്താം, ഞാനും അതിൽ ഹാപ്പിയാണെന്ന് പറഞ്ഞു. പക്ഷെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞ 3 മുതൽ 6 മാസം വരെയായിട്ട് നിങ്ങളുടെ തൈറോയ്ഡ് ഹോർമോൺ ഈ മരുന്നിനെ ആശ്രയിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇനിയിപ്പോൾ ഇത് സഡൻ ആയിട്ട് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. മരുന്നിന്റെ ആ ഒരു ഡോസേജ് മാത്രം അദ്ദേഹം കുറച്ചു വരുന്നു. അങ്ങനെ അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു 5-6 വർഷമായിട്ട് നമ്മൾ തലേണക്കരികിൽ ഈ തൈറോണോം മരുന്നും വെച്ചാണ് കിടക്കുന്നത്. രാവിലെ എഴുന്നേറ്റ ഉടനെ ഞാൻ ആദ്യമായിട്ട് കൈ എടുക്കുന്ന സാധനം ഈ തൈറോണോം ഗുളികയാണ്. തൊട്ടടുത്ത് തന്നെ വെള്ളം എടുത്ത് ആ മരുന്ന് കഴിച്ചുകൊണ്ടാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത്. അങ്ങനെ നമ്മളെ ഒരു നിത്യരോഗിയാക്കി തൈറോയിഡിനെ അടിമപ്പെടുത്താൻ, തൈറോയ്ഡ് എന്ന് പറഞ്ഞ ഒരു രോഗത്തിന്റെ മരുന്നിന് അടിമപ്പെടുത്തുന്നതിൽ മെഡിക്കൽ സയൻസ് അല്ലെങ്കിൽ ഞാൻ കാണിച്ച ആ ഫിസിഷ്യൻ വിജയിച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലത്ത് ചികിത്സാ രീതികൾ. 6 പാക്സും സൈസ് 0 ഒന്നും ആയില്ലെങ്കിലും എന്റെ കാഴ്ചപ്പാടിൽ ഒരു ആരോഗ്യം എന്ന് പറയുന്നത് ഒരു 40 വയസ്സിന് ശേഷവും നമുക്ക് ഏതെങ്കിലും ഒരു അവസരത്തിൽ ലിഫ്റ്റിൽ നമ്മൾ ഉപയോഗിക്കാതെ തന്നെ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ലിഫ്റ്റ് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് 2ാമത്തെ നിലയിലേക്ക് ഒന്ന് ഓടിച്ചാടി കയറാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യേണ്ടി വരുന്നിടത്ത് നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിലത്തിരുന്ന് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ, നിലത്തിരുന്ന് TV കാണാനും നാമം ജപിക്കാനൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിസ്കരിക്കാനും ഏതെങ്കിലും ഒരു പ്രയറിന്റെ ഭാഗമായിട്ട് നിലത്തിരുന്ന് എഴുന്നേക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ കണ്ണടയില്ലാതെ വായിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളൊരു 60% പരിപൂർണമായി ആരോഗ്യവാന്മാരാണ്. വിഷമയമല്ലാത്ത ഒരു നേരത്തെ ആഹാരം പോലും ഉറപ്പുതരാത്ത, ഭക്ഷ്യസുരക്ഷ എന്നത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു ഭരണത്തിന് കീഴിലാണ്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, എന്തിനു കഴിക്കണം, എത്ര അളവിൽ കഴിക്കണം എന്നതൊക്കെ അവരവർക്ക് തന്നെ ബോധമുണ്ടാകണം, ബുദ്ധിമുണ്ടാകണം. ശാരീരികമായ ആരോഗ്യത്തെ പോലെ തന്നെ വളരെ പ്രധാനമാണ് മാനസികമായ ആരോഗ്യം. ഇത് പറയുമ്പോൾ ചിലപ്പോൾ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടില്ല. എനിക്ക് തോന്നുന്ന സ്ത്രീകൾ, ഞാൻ ഉൾപ്പെടുന്ന സ്ത്രീകളിലാണ് 80% മാനസികമായ ആരോഗ്യത്തിന് കുറവ് കാണുന്നത്. ഒരു 35-40 വയസ്സാവും തോറും സ്ത്രീകളുടെ മെന്റൽ ഹെൽത്തിൽ വളരെയധികം കുറവ് കാണുന്നുണ്ട്. അതിന്റെ കാരണം പലരും സ്വയം കണ്ടെത്തുന്നത് നമ്മുടെ മക്കൾ വലുതായി, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടി, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളുടെ ഗൗരവം കൂടി, അല്ലെങ്കിൽ ഉത്തരവാദിത്തം കൂടി നമ്മുടെ ലൈഫ് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ട്രെസ്സാണ്, ആങ്സൈറ്റി ഡിസോർഡർ ആണ്, ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനെ എന്നാണ് നമ്മളെ കുറ്റപ്പെടുത്തും പലരും. ചെറുപ്പകാലത്തെ ആളോ അല്ലെങ്കിൽ ആ സ്വഭാവം ഒന്നുമല്ലല്ലോ, വയസ്സാവും തോറും ഇതിന് മട്ടായിക്കൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ നമ്മൾ ആരെങ്കിലും കുറ്റപ്പെടുമ്പോൾ നമ്മൾ തന്നെ നമ്മൾ കണ്ടെത്തുന്നത് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാക്കുന്ന മെന്റൽ സ്ട്രെസ്സിൽ നിന്നാണ് നമ്മുടെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം. പഴയ കാലത്തേക്കാൾ കൂടുതൽ മെനോപ്പസ്, പണ്ട് 50 വയസ്സായിരുന്നെങ്കിൽ ഇപ്പൊ ഏർലി മെനോപ്പസ് എന്നുള്ളൊരു ടെൻഡൻസി ആളുകളിൽ
ഈ ഭക്ഷണത്തിലുള്ള വ്യത്യാസം കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഈ ഏർലി മെനോപ്പസ് എന്നുള്ള അവസ്ഥ കൂടി വരികയാണ്. അപ്പൊ ആ മെനോപ്പസിലേക്ക് അടുക്കുന്നത് ഒരു 35 കഴിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു 38-40 ആകുമ്പോൾ തന്നെ മെനോപ്പസ് സ്റ്റേജിലേക്ക് അടുക്കുകയാണ്. അപ്പൊ അതിനെ സംബന്ധിച്ചുണ്ടാകുന്ന ഈസ്ട്രജന്റെ കുറവ്, സ്ത്രീകളിൽ വളരെയധികം ലോ ലെവൽ ഓഫ് ഈസ്ട്രജൻ ഉണ്ടാകുകയാണ്. ആ ഈസ്ട്രജൻ കുറയുന്നത് കൊണ്ട് നമ്മുടെ മുടി കൊഴിയുന്നു, നമ്മുടെ സ്കിന്നിൽ വേരിയേഷൻസ് ഉണ്ടാകുന്നു, ശരീരഭാരം വർദ്ധിക്കുന്നു, മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നു, അതേപോലെ നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് നമുക്ക് പെട്ടെന്ന് സങ്കടം വരിക, പെട്ടെന്ന് കരച്ചിൽ വരിക, ദേഷ്യം വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മുടെ പ്രതികരണ ശേഷി കൂടുക, വേണ്ടടുത്ത പ്രതികരണ ശേഷി ഇല്ലാതിരിക്കുക, ഇത്തരം കാരണങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അത് സ്വയം തന്നെ കണ്ടെത്തി നമ്മുടെ വൈറ്റമിൻ ഡിയുടെ ലെവൽ അല്ലെങ്കിൽ ഈസ്ട്രജന്റെ ലെവലൊക്കെ നമ്മുടെ ബോഡിയിൽ കറക്റ്റ് ആണോ അല്ലേ എന്നൊക്കെ നമ്മൾ തന്നെ സ്വയം കണ്ടെത്തുക. വേറൊരാൾ വന്നിട്ട് ഇതിനൊക്കെ എന്താണ് പറ്റിയത്, വയസ്സാവാൻ തോറും ഇതിന്റെ സ്വഭാവം ഇത്രയും ചീത്തയായി പോവുകയാണല്ലോ എന്നൊക്കെ പറയുന്നതൊന്നും കേൾക്കാൻ ഇടവരാതെ അവരവർ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് ഈസ്ട്രജന്റെ അളവും അതുപോലെ മെനോപ്പസ് സ്റ്റേജിലേക്ക് അടുക്കുകയാണോ എന്നൊക്കെ മനസ്സിലാക്കി അതിന് വേണ്ടുന്ന വ്യായാമ മുറകളും ഭക്ഷണ രീതികളും അതുപോലെ മരുന്നൊക്കെ കഴിച്ചാൽ തന്നെ നമ്മൾ വളരെ ഹെൽത്തി ആയിരിക്കും, മെന്റലി നമ്മൾ ഹെൽത്തി ആയിരിക്കും എന്നാണ് എന്റെ നിഗമനം. ഞാൻ ഈ വർത്തമാനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ വാങ്ങുന്ന ഓരോ സാധനങ്ങൾക്കും, മാർക്കറ്റിൽ നമ്മൾ വാങ്ങുന്ന ഓരോ സാധനങ്ങൾക്കും നമ്മൾ ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു സാധനം വാങ്ങാം, നമ്മളൊരു ഫ്രിഡ്ജ് ആവട്ടെ, ഒരു ഫോൺ ആവട്ടെ, ഒരു TV ആവട്ടെ, വാങ്ങി നമ്മൾ പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ അതിന്റെ കമ്പനിയിൽ നമ്മൾ ആ സ്റ്റോർ വെച്ച് തന്നെ അവിടെ ഇൻഷുറൻസ് കമ്പനിക്കാർ വരികയും അത് നമ്മൾ ഇൻഷുറൻസ് എടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യാം. നമ്മൾ ഒരു മടിയും കൂടാതെ നമ്മൾ നല്ല ഇൻഷുറൻസ് കവറേജ് എടുക്കുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ അതിന് സംഭവിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കണ്ടല്ലോ എന്നുള്ള മുൻകരുതലാണ് നമ്മൾ സ്വീകരിക്കുന്നത്. പക്ഷെ അത് നമ്മുടെ ശരീരത്തിന്റെ കാര്യത്തിൽ മാത്രം നമ്മളത് സ്വീകരിക്കുന്നില്ല. നമ്മൾ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു പോക്കാണ് നമുക്ക് ഏവർക്കും. നമ്മളൊരു നല്ല ഇൻഷുറൻസ് പോളിസി നമ്മളെ തന്നെ ഇൻഷുർ ചെയ്യണം, നമ്മുടെ ലൈഫ് നമ്മൾ തന്നെ ഇൻഷുർ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പറഞ്ഞ പോലെ എല്ലാം മാറ്റി നമ്മൾ മെച്ചപ്പെടുമെന്നും വിചാരിക്കേണ്ട. നമ്മളിനി എങ്ങനെയൊക്കെ തന്നെ കാര്യങ്ങൾ വ്യായാമമായാലും ആരോഗ്യ സംരക്ഷണം നടത്തിയാലും എങ്ങനെയൊക്കെ ആയാലും വരാനുള്ള സമയത്ത് കൃത്യമായിട്ട് തന്നെ നമ്മളിലേക്ക് വന്നു ചേരും. അത് മിനി കൂപ്പർ വിളിച്ചതാണെങ്കിലും നമ്മളിലേക്ക് വന്നു ചേരും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിലാണ്. അത് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നല്ല ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെയും കമ്പനിയുടെ പരസ്യമല്ല, എനിക്ക് ജീവിതം കൊണ്ട് മനസ്സിലായ ഒരു കാര്യമാണ്. നമ്മൾ നല്ലൊരു പോളിസികളിലൂടെ നമ്മളെ ഇൻഷുർ ചെയ്യേണ്ടതാണ്. അപ്പൊ പിന്നെ ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് ഈ ആരോഗ്യ ദിനത്തിൽ എന്റെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും അവരവരുടെ ആരോഗ്യത്തെക്കുറിച്ചും ചുറ്റുമുള്ളവരുടെ ആരോഗ്യത്തെക്കുറിച്ചും പരിപൂർണ ബോധവാന്മാരായിരിക്കണം. എപ്പോഴും ഹാപ്പിയായും ഹെൽത്തിയായും ഇരിക്കട്ടെ എന്നുകൂടെ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എന്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. തുടർന്ന് അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഏവർക്കും നന്ദി, നമസ്കാരം.